ഹലോ. അപ്പോൾ ഇന്നലത്തെ ഞായറാഴ്ച ഞങ്ങളുടെ മോൻ്റെ പിറന്നാൾ വളരെ കുഞ്ഞിതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മാമച്ചാച്ചനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേക്ക് വാങ്ങിച്ചത് അവന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ പോയി കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ശേഷം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും കേക്ക് മുറിക്കാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയി. കാരണം മാമന് നാടകത്തിൻ്റെ റിഹേഴ്സലിന് പോകണമെന്ന് പറഞ്ഞിരുന്നു, നേരത്തെ ചെയ്യേണ്ടതായിട്ട് വന്നു. ഫുഡൊക്കെ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ 9:30 ആകുമ്പോഴേക്കും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ ഭക്ഷണത്തിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള പരിപാടികൾ കൂടി ചെയ്തുകൊണ്ടിരുന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിരുന്നു ഉച്ചയ്ക്ക്. പറയാതിരിക്കാൻ പറ്റില്ല, ടേസ്റ്റി ആയിരുന്നു. ചേട്ടായാണ് ഫുഡ് ഓക്കെ ആക്കിയത്. ചേട്ടൻ, തക്കുടു, ചേട്ടായി, ഉണ്ണി, അമ്മ, മാമൻ, കല്ലമ്മ, ഞങ്ങളുടെ അമ്മമ്മയാണ്, അമ്മായി, അച്ഛൻ, കുഞ്ഞാറ്റ, പിന്നെ കുഞ്ഞുണ്ണി, പിന്നെ ഞാൻ. ഇന്ദ്രന് വരാൻ പറ്റിയില്ല, അവന് വർക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. പിന്നെ കുഞ്ഞു കുഞ്ഞു സെലിബ്രേഷൻസൊക്കെ ആയി. പിന്നെ അതേ ചേട്ടൻ അവന് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. കേക്ക് മുറിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ആൾ മാറി നിന്നപ്പോൾ ചേട്ടൻ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് മുറിക്കുന്നതാണ് കാണുന്നത്. മാമച്ചാച്ചൻ്റെ വക ഗിഫ്റ്റുകളുണ്ടായിരുന്നു, 2 ബാഗും ബിൽഡിംഗ് ബ്ലോക്സൊക്കെ ആയിട്ട്. ചേച്ചിമ്മയുടെ വകയാണ് ആ മൈക്കും സ്പീക്കറും കൊണ്ട് കൊടുത്തേക്കണം അവന്. അപ്പോൾ അവനൊരു ആഗ്രഹം പറഞ്ഞിരുന്നു, പാട്ട് പാടണമെങ്കിൽ മൈക്ക് വേണം ചേച്ചമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചേച്ചമ്മ ഒരു മൈക്കും സ്പീക്കറും വാങ്ങിച്ചു കൊടുത്തു അവന്. ചേട്ടായി മാമനെ കൊണ്ടാക്കാൻ പോയി. അങ്ങനെ കുറച്ച് വീട്ടുകാരൊക്കെ കൂടി ഒത്തുകൂടി വളരെയധികം സന്തോഷം നിറഞ്ഞ കുറേ അധികം നിമിഷങ്ങൾ. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരല്ലേ, അപ്പോൾ വലിയ ആഡംബരങ്ങളും ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു സെലിബ്രേഷൻ. മൈക്ക് കിട്ടിയപ്പോൾ അവൻ ആർക്കും കൊടുക്കുന്നില്ല കേട്ടോ. മൈക്ക് ഞങ്ങൾക്ക് ആർക്കും പാടാനായിട്ട് തരുന്നില്ല, തല്ലുകൂടിയായിരുന്നു ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ. അച്ഛൻ ബ്ലോക്സ് എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ ഗാനമേള തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രേക്ഷകർ ഞങ്ങൾ മാത്രമായതുകൊണ്ട് കല്ലേറൊന്നും അവന് കിട്ടിയില്ല. അവൻ്റെ ഗാനമേള തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അച്ഛൻ്റെ ബ്ലോഗ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മൈക്ക് ഒരു വിധത്തിൽ റൺഷേട്ടൻ അവൻ്റെ എടുത്തിട്ട് പാടി നോക്കണം. നമ്മൾ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ. പൊന്നൂസ് തൊപ്പിയൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിരി ആസ്വാദനത്തിൻ്റെ അങ്ങേ ലെവലിൽ എത്തിയിട്ടുള്ളതാട്ടാ. അവരമ്മായിമ്മയും മരുവനും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കണ്ട. ഓരോ ഒത്തുകൂടലും ഇങ്ങനെ വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതല്ലേ. ദേ അവിടെ ഗംഭീര പാട്ട് നടന്നുകൊണ്ടിരിക്കുക, പക്ഷെ മൈക്ക് വാങ്ങിക്കാൻ ആൾ ദേ പൊക്കോണ്ടേയിരിക്കുക. പിന്നെ സ്പീക്കറിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ദേ പാട്ടൊക്കെ വെച്ച് ഡാൻസ് തുടങ്ങിയിട്ട്. അപ്പോഴും മൈക്ക് വിടുന്നൊന്നുമില്ല. സ്റ്റേജിൽ കയറി വലിയ പാട്ടുകാരൊക്കെ പാടുന്ന പോലെ മൈക്ക് പിടിച്ചുകൊണ്ടിരിക്കുക അവൻ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചിരിയും കളിയും തമാശയും ഡാൻസും പാട്ടും കുശലാന്വേഷണങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ട്. അച്ഛൻ്റെ ബിൽഡിംഗ് ഒരുവിധം ആയിട്ടുണ്ടേ. അതിപ്പോൾ ഏതാണ്ട് കുറച്ച് മോഡേൺ രഥം പോലെ ഉണ്ട് കേട്ടോ. സ്പീക്കറിൽ വരുന്ന ആ പാട്ടിനനുസരിച്ച് അവൻ ചുണ്ടാനൊക്കെ അഭിനയിക്കുന്നതാണ് ആ കാണുന്നേട്ടാ. അങ്ങനെ ഒരു വിധത്തിൽ മൈക്ക് പൊന്നൂസിന് കിട്ടിയിട്ടുണ്ട്. അവൻ്റെ മനോഹരമായ ഗാനത്തിന് ശേഷം ചേട്ടൻ വേഗം വന്നിട്ടുണ്ട് മാമനെ കൊണ്ടാക്കിയിട്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഫുഡ്. അച്ഛൻ നോണൊന്നും കഴിക്കത്തില്ല, ഞങ്ങളെല്ലാവരും നോണൊക്കെ കഴിക്കും. അപ്പോൾ ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഞങ്ങളുടെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ പോളിയോ കൊടുക്കാനൊക്കെ പോയി. മൈക്കിൻ്റെ പണി വൈകുന്നേരം ആകുമ്പോഴേക്കും അവൻ തീർത്തിട്ടുണ്ട് കേട്ടോ. അത്രയുള്ളൂ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ.